സംഖ്യാപുസ്തകം 32-18 ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ച് 40 വർഷം സീനായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ യോർദാൻ നദിയുടെ സമീപമെത്തി. അവിടെ അവർക്കെതിരെ പടയെടുത്ത അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും ഉന്മൂലനം ചെയ്ത് അവരുടെ ദേശം പിടിച്ചടക്കി. ആ ദേശം തങ്ങൾക്ക് അവകാശമായി തരണമെന്ന് രൂബേൻ, ഗാദ് ഗോത്രങ്ങൾ മോശയോട് അപേക്ഷിച്ചു. എന്നാൽ ബാക്കി ഗോത്രങ്ങൾ യോർദാന്റെ മറുകരയിലെത്തി തങ്ങളുടെ വാഗ്ദത്ത ദേശം കൈവശമാക്കുന്നതിന് അത് തടസ്സമാകുമെന്ന് മോശ ചിന്തിച്ചു. അതിനു മറുപടിയായി രൂബേൻ, ഗാദ് ഗോത്ര തലവന്മാർ പറഞ്ഞ ഉത്തരമാണ് ഇത്: തങ്ങളുടെ സഹോദര ഗോത്രങ്ങൾക്കും അവകാശഭൂമി സ്വന്തമാക്കുന്നതുവരെ തങ്ങൾക്ക് നൽകുന്ന ഈ ദേശത്തേക്ക് യുദ്ധപ്രാപ്തരായ പുരുഷന്മാർ മടങ്ങി വരികയില്ല. എത്ര നല്ല തീരുമാനം! ഒരുമിച്ച് പുറപ്പെട്ടവരെ വഴിയിൽ വിട്ടുപിരിയാൻ അവർ തയ്യാറായില്ല. തങ്ങൾക്ക് സ്വന്തമായി സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം സഹോദരങ്ങളെപ്പോലും മറക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമാണ്. സ്വന്തം കാര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതോടൊപ്പം കൂടെയുള്ളവരെക്കുറിച്ചും ചിന്തിക്കുന്നവരാകണം. സ്വസ്നേഹികളായി സ്വാർത്ഥന്മാരായി തീരുന്നവരിൽ ദൈവം പ്രസാദിക്കുകയില്ല. നമുക്ക് ദൈവം നൽകിയ ആരോഗ്യം, സമയം, സമ്പത്ത് ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല, അതിനിയും ഇല്ലാത്തവർക്ക് വേണ്ടി കൂടെയാണ്. അതിവേഗം കടന്നു പോകുന്ന നമ്മുടെ ആയുഷ്കാലം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, നമുക്കായി മാത്രം പ്രയത്നിച്ച്, നമ്മുടെ കാര്യങ്ങൾ മാത്രം സുരക്ഷിതമാക്കുന്നവരാകരുത്. ചെറുതാണെങ്കിൽ കൂടെ മറ്റുള്ളവരെ കൂടെ കരുതുന്ന ലക്ഷ്യങ്ങളും പ്രവൃത്തികളും നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.